2 കവറിലായി നിറയെ പിരാന മീനുകൾ. സ്കൂളിലെ കുട്ടികൾ നീന്തി കളിക്കുന്ന സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്ന വെനസ്ഡേ ആഡംസ് എന്ന പെൺകുട്ടി. സഹോദരനെ ഉപദ്രവിച്ച ഡാൽട്ടൺ എന്ന പയ്യനെതിരെ ഒരു പ്രതികരമായി ഇങ്ങനെ ചെയ്തതോടെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ശേഷം അവളുടെ മാതാപിതാക്കളായ മോർട്ടീഷ്യയും ഗോമസും ചേർന്ന് നെവർമോർ അക്കാഡമിയിലേക്ക് കൊണ്ടുചേർക്കുന്നു. പ്രിൻസിപ്പൽ വീംസിന്റെ ആധികാരികതയിലുള്ള ജെറിക്കോ എന്ന പ്രദേശത്തെ ടൗണിലുള്ള ഈ നെവർമോർ എന്നുള്ളത് ഒരു ബോർഡിംഗ് സ്കൂളാണ്. ഇടഞ്ഞു നിൽക്കുന്നവരെയും പുറത്താക്കപ്പെട്ടവരെയും ഒക്കെ പഠിപ്പിക്കാനുള്ളത്. അതും എങ്ങനെയുള്ളവരെ? അമാനുഷികമായ കഴിവുകളുള്ള കുട്ടികളെ. രൂപം മാറാൻ കഴിവുള്ളവരാണ് പ്രിൻസിപ്പൽ വീംസ്. വെനസ്ഡേ അവിടെ എത്തുമ്പോൾ അവളുടെ കിറുക്ക് പിടിച്ച സുഹൃത്തായ ഈനിഡിനെ കണ്ടുമുട്ടുന്നു. അവളൊരു വെയർവോൾഫ് സ്റ്റുഡൻ്റ് ആണ്, എങ്കിലും പൂർണ്ണമായും ആ രൂപമായി ട്രാൻസ്ഫോം ആകാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വെനസ്ഡേ അവിടെ വെച്ച് പരിചയപ്പെടുന്ന മറ്റൊരാൾ ഈ റെഡ് ഹീൽസ് ഒക്കെ ധരിച്ച മിസ് തോൺഹിൽ, സയൻസ് ടീച്ചറാണ്. ഒപ്പം ഇവരെയൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു രക്ഷിതാവും. അങ്ങനെ പാരൻസ് വിടുവാങ്ങുന്നതിന് മുന്നേ ആയി വെനസ്ഡേക്ക് അവളുടെ അമ്മ സൂക്ഷിക്കണമെന്നും എപ്പോഴും കൂടെ തന്നെ വെച്ചേക്കണമെന്നും പറഞ്ഞ് ഒരു ലക്കി നെക്ലസും ഒരു ബാഗും നൽകുന്നു. ക്യാമ്പസിൻ്റെ ഏകദേശ രൂപം വ്യക്തമാക്കി കൊടുക്കാനുള്ള ഈനിഡിൻ്റെ ചുറ്റിക്കറക്കത്തിൽ അവിടെയുള്ള വിവിധ സംഘങ്ങളെക്കുറിച്ച് വെനസ്ഡേയോട് പറഞ്ഞു കൊടുക്കുന്നു. ഫാങ്സ്, ഫോർസ്, സ്കെയിൽസ്, പിന്നെ സ്റ്റോണേഴ്സും. അതായത് വാമ്പയേഴ്സ്, വെയർവോൾസ്, സൈറൺസ്, ഗോർഗൺസ് എന്നീ വർഗത്തിലുള്ളവരുടെ സംഘങ്ങൾ. വാമ്പയർ സംഘത്തെ ഫാങ്സ് എന്ന് വിളിക്കുമ്പോൾ വെയർവോൾസിനെ ഫർസ് എന്നും. ഈനിഡ് ഫർസിലുള്ളതാണ്. സ്കെയിൽസ് എന്ന് വിളിക്കുന്നതാകട്ടെ മത്സ്യകന്യയെ പോലെ രൂപം മാറാനും അതിൻ്റെ മറ്റു കഴിവുകളൊക്കെയുള്ള ബോയ്സ് ആൻഡ് ഗേൾസിനെ. സ്റ്റോണേഴ്സ് എന്നറിയപ്പെടുന്ന ഗോർഗൺസോ തലയിൽ മുടിയുടെ സ്ഥാനത്ത് പാമ്പുകളുമായി നടക്കുന്നവർ. ഇവരെന്നറിഞ്ഞോ ഈ പാമ്പുകൾ വെറുതെ നോക്കിയാലോ മതി, മുന്നിലുള്ളത് ആരായാലും കല്ലായി പ്രതിമയെ മാറാൻ. വെനസ്ഡേയുടെ കാര്യമെടുത്താൽ അവളുടെ എബിലിറ്റി എന്നോ തൊല്ലെന്നോ പറയാവുന്നത് മറ്റുള്ളവരുടെ സ്പർശനത്തിൽ നിന്ന് വരുന്ന ചില സൈക്കിക് വിഷൻസ് ആണ്. അവരുടെ പോയകാലവും ഭാവികാലവും അതിലൂടെ ഫ്ലാഷ് അടിക്കും. മാത്രമല്ല അവളുടെ പൂർവികയെ ഗൂഡി ആഡംസുമായി ഇതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പുതിയ സ്കൂൾ ജീവിതം തുടങ്ങി ഓരോ വിഷൻസൊക്കെ വന്നു തുടങ്ങവേ കാര്യങ്ങൾ ഗൗരവത്തിലേക്ക് എത്തുന്നത് ജെറിക്കോയിലെ പോലീസ് ഓഫീസറായ ഗാൽപിൻ കാട്ടുപാതയിലായി തലവേർപ്പെട്ട് വികൃതമായി കിടക്കുന്ന ഒരു ഹൈക്കറുടെ ഡെഡ് ബോഡി കാണുന്നത് മുതലാണ്. ഷെരീഫ് ഗാൽപന് ഈ മരണത്തിന് നെവർമോറുമായി എന്തോ ബന്ധമുണ്ടെന്ന് സംശയിക്കുമ്പോൾ സ്കൂളിൽ വെനസ്ഡേ ബിയാങ്ക എന്ന അത്യാവശ്യം പോപ്പുലറായ സൈറൺ സ്റ്റുഡൻറ്റ്, അതായത് മറ്റേ മത്സ്യകന്യകാ ശക്തിയുള്ള ഒരുവളുമായി കോർക്കാനിടയാകുന്ന ചില കാഴ്ചകളും മറ്റൊരു സാഹചര്യത്തിൽ ഒരു പ്രതിമ വീഴുന്നത് വഴി മരണത്തിന്റെ തലനാരിഴയ്ക്കുവരെത്തി രക്ഷപ്പെടുന്ന അവസ്ഥയൊക്കെ കാണേണ്ടി വരുന്നു. ആക്സിഡന്റിൽ നിന്ന് അവളെ രക്ഷിക്കുന്നത് സേവിയർ തോർപ്പ് എന്നൊരു ക്ലാസ്മേറ്റും. പിന്നീട് അവളൊന്ന് റിക്കവറായി സ്വന്തമായി നോവലൊക്കെ എഴുതിയിരിക്കുന്നതിനിടയ്ക്ക് ദ തിങ് എന്ന മറ്റൊരു അത്ഭുതത്തെയും കണ്ടെത്തുന്നു. ജീവനും ബോധവുമുള്ള ഒരു മുറിക്കപ്പെട്ട കൈപ്പത്തി. വെനസ്ഡേയുടെ മാതാപിതാക്കൾ അവളുടെ മേൽനോട്ടത്തിനായി രഹസ്യമായി അവിടെ നിർത്തിയിട്ട് പോയത്. മേശയിലിട്ട് പൂട്ടുമെന്നുള്ള അവളുടെ ഭീഷണിയിൽ ആ കൈപ്പത്തി അനുസരണയും വിശ്വസ്തയുമുള്ള ഒരു സഹായ ഹസ്തമായിരിക്കും എന്നൊരു പ്രോമിസിലെത്തിപ്പെടുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു ലോക്കൽ കൊയ്ത്തുത്സവം തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വെനസ്ഡേയുടെ തെറാപ്പിക്ക് വേണ്ടി അക്കാഡമി നിയമിച്ച ഡോക്ടർ വലേറി കിൻബെറ്റ് എന്ന സ്ത്രീയുടെ അടുക്കലേക്ക് ഒരു സെഷന് വേണ്ടി മനസ്സോടെ എത്തുന്നു. എന്നാൽ അവിടുന്ന് കിട്ടുന്ന തക്കതിന് ചാടി പുറത്തു കിടക്കുന്ന അവൾ അവിടെയുള്ള ഒരു കോഫി ഷോപ്പിൽ എത്തുന്നത് വഴി ജോലിക്കാരനായ ടൈലർ എന്ന പയ്യനെ പരിചയപ്പെടുന്നു. ഷെരീഫ് ഗാൽപന്റെ മകനും കൂടിയാണ് ടൈലർ. അവൻ പെട്ടെന്ന് തന്നെ അവളുമായി ചെങ്ങാത്തത്തിലാവുന്നെങ്കിലും ഗാൽപന് അവളെ ഇഷ്ടമല്ലാത്ത പോലെ നിന്റെ അച്ഛൻ ഒരു കൊലയാളിയാണ് എന്നൊക്കെ ആരോപിക്കുന്നു. ഇതേ തുടർന്ന് അധികം വൈകാതെ അരങ്ങേറുന്ന കൊയ്ത്തുത്സവ വേളയിൽ വെച്ച് ടൈലർ അവൻ്റെ അച്ഛൻ്റെ ക്രിമിനൽ റെക്കോർഡുകളുടെ ഒരു കോപ്പി തരപ്പെടുത്തി വെനസ്ഡേക്ക് കൊടുക്കുന്നു. അവളുടെ അന്വേഷണത്തിന് ഒരു ഹെൽപ്പാകട്ടെ എന്ന് കരുതി. നാട്ടിലെ ചില താന്തോന്നുകളുടെ മുന്നിൽ പെടുന്നതോടെ അവിടുന്നോട് രക്ഷപ്പെടവേ വെനസ്ഡേ അവളുടെ ക്ലാസ്മേറ്റായ റോവൻ എന്നൊരുവനുമായി കൂട്ടിയിടിച്ചു വീഴുന്നത് വഴി അവനധികം വൈകാതെ തന്നെ ഉണ്ടാകാൻ പോകുന്ന മരണത്തിൻ്റെ ഒരു വിഷൻ അവൾക്കുണ്ടാവുന്നു. റോവൻ നടന്നു പോകുന്ന വനപ്രദേശത്തേക്ക് അവനെ പിന്തുടരവേ എന്തോ സ്ട്രെസ്സുള്ള അവൻ വെനസ്ഡേയെ അവൻ്റെ ടെലികൈനറ്റിക് പവർ വെച്ച് ആക്രമിച്ചിട്ട് അവൾ സ്കൂൾ നശിപ്പിച്ച് നാറാണക്കലാക്കുമെന്ന് ആരോപിക്കുന്നു. എന്നിട്ട് ഇതൊരു ഏൻഷ്യൻ പ്രവചനമാണെന്ന് തെളിയിക്കാനെന്ന പോലെ ഏതോ പുസ്തകത്തിന്റെ കീറിയ പേജ് എടുത്ത് കാട്ടി നിൽക്കെ പൂടുന്നതിനെ റോവനെ ആ വനത്തിലുള്ള ഒരു ഭീകര ജന്തു ചുഴറ്റിയെടുത്തെറിഞ്ഞ് അവന്റെ കഥ കഴിക്കുന്നു. വെനസ്ഡേ ഒന്നും ചെയ്യാതെ കാട്ടിലേക്ക് മറയുമ്പോൾ അപകടം മാറിയതിന് പിന്നാലെ ആ പ്രവചന പേപ്പർ അവളുടെ കൈവശം എത്തുമ്പോൾ നെവർമോർ അക്കാഡമിയിലെ ആദ്യ ആഴ്ചയിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി അങ്ങോട്ട് എന്തൊക്കെ മിസ്റ്ററീസ് ആയിരിക്കും എന്ന് നോക്കി കാണുന്നു. ആഘോഷങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നെവർമോറിലെ ആനുവൽ മത്സരമായ പോ കപ്പിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളും. നിയമങ്ങളൊന്നുമില്ലാത്തൊരു വള്ളംകളി മത്സരം. എന്നാൽ വെനസ്ഡേക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നത് കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട റോവൻ അടുത്ത ദിവസം തന്നെ തിരികെ വീണ്ടും ജീവനോടെ സ്കൂളിൽ വരുമ്പോൾ. ഇതേക്കുറിച്ച് അവൾ പലരോടും പറയുന്നെങ്കിലും കാട്ടിലെ ഭീകരജന്തു എന്നതൊക്കെ വെറും പുളുവാണെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ടൈലറിന് അവളെ വിശ്വാസമാണെന്ന് അറിയിക്കുന്നു. പിന്നീട് പ്രിൻസിപ്പൽ വീംസ് ഇവളെ വിളിച്ചു വരുത്തി സൈക്കിക് വിഷൻസിനെതിരെ സംസാരിച്ചിട്ട് റോവൻ വെളിപ്പെടുത്താൻ കഴിയാത്ത ചില കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടതായും അറിയിക്കുന്നു. സ്കൂളിൽ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലെത്തുന്ന റോവൻ ഒരു ബാത്റൂമിൽ കയറി ഇറങ്ങുന്നതും അവൻ്റെ രൂപം മാറി പതിയത് പ്രിൻസിപ്പൽ വീംസായി മാറുന്നു. ഇതിലൂടെ റിവീലാകുന്നത് റോവനായി ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തെത്തിയ പ്രിൻസിപ്പളിനെയാണ് മുൻപ് വെനസ്ഡേ സ്കൂളിൽ വെച്ച് കണ്ടത്. ഇതൊന്നും അറിയാത്ത അവൾ ടൈലർ മൊത്തം എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാനായി കാട്ടിൽ തപ്പുന്നത് വഴിക്ക് റോവൻ്റെ പൊട്ടിയ കണ്ണാടി എടുക്കുന്നതും അവൾക്കൊരു വിഷൻ ട്രിഗർ ആകുന്നു. അതിൽ റോവൻ ശ്രദ്ധ ചെലുത്തിയിരുന്ന ആ പുസ്തകം ഒന്ന് മിന്നി പറയുമ്പോൾ
പിന്നെ ആ കീറിയ പേജ് വെച്ച് ഒടുവിൽ ഒരു മാന്ത്രിക ചിഹ്നം കണ്ടെത്തുന്ന വഴി ആ ബുക്ക് നൈറ്റ് ഷെയ്ഡ്സ് എന്ന ചില സ്റ്റുഡൻസിൻ്റെ ഒരു സീക്രട്ട് സൊസൈറ്റിയുമായി ലിങ്ക്ഡ് ആണെന്ന് കണ്ടെത്തുകയാണ്. പിന്നീട് പോ റേസിംഗിൽ ഈനിഡിൻ്റെ ടീമിൻ്റെ കൂടെ ചേർന്ന് അവരെ ജയിക്കാൻ സഹായിക്കുകയും ഇതുവഴി ബിയാങ്കയ്ക്ക് ഒരു നീരസം ഉണ്ടാക്കുന്നതിന് പിന്നാലെ ഒടുവിൽ അവൾക്ക് സീക്രട്ട് സൊസൈറ്റിയെക്കുറിച്ച് മറ്റൊരു ക്ലൂ ലഭിക്കുന്നു. നെവർമോറിലെ പൂർവ്വ വിദ്യാർത്ഥിയും പ്രസിദ്ധനുമായിരുന്ന എഡ്ഗർ ആലൻ പോ എന്ന വ്യക്തിയുടെ പ്രതിമയിൽ ആ മാന്ത്രിക ചിഹ്നം ദൃശ്യമാകുന്നത് വഴി രാത്രിയുടെ ഇരുട്ടിൽ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ വഴി വെനസ്ഡേ ഒരു രഹസ്യ മാർഗം കണ്ടെത്തി അതുവഴി നൈറ്റ് ഷെയ്ഡ് എന്ന സീക്രട്ട് സൊസൈറ്റിയുടെ സീക്രട്ട് ലൈബ്രറിയിലെ അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിപ്പെടുന്നു. പുസ്തകങ്ങൾ പരതുന്ന വഴി അവളുടെ വിഷ്വൽസ് വെച്ച് വേണ്ട ആ പുസ്തകം കണ്ടെത്തി അതിൽ നിന്ന് എന്തെങ്കിലും വിവരം ലഭിക്കും മുന്നേ തന്നെ നൈറ്റ് ഷെയ്ഡ്സ് അവളെ കടന്നാക്രമിക്കുന്നു. ഒരു കസേരയിലായി നിയന്ത്രിച്ചിരുത്തെ അധികം വൈകാതെ തന്നെ വെനസ്ഡേ നൈറ്റ് ഷെയ്ഡ്സിലെ മുഖംമൂടിധാരികൾ പലരും തന്റെ ക്ലാസ്മേറ്റ്സ് തന്നെയാണെന്ന് അറിയുന്നു, ബിയാങ്കയും സേവിയറും ഉൾപ്പെടെ. മുൻപ് അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുത്തിയ സേവിയർ അവനാൾ ചില്ലറക്കാരനല്ല. വരച്ച ചിത്രങ്ങളും പെയിന്റിങ്സും ഒക്കെ ജീവനുള്ളതാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല ചില സൈക്കിക് വിഷൻസും വെനസ്ഡേ പോലുണ്ട്, പക്ഷേ സ്വപ്നത്തിലാണെന്ന് മാത്രം. അങ്ങനെ കുറച്ചു നേരത്തെ വിസ്താരത്തിനു ശേഷം വെനസ്ഡേ നൈറ്റ് ഷെയ്ഡ്സിലേക്ക് ചേരാൻ സേവിയർ നിർദ്ദേശിക്കുന്നെങ്കിലും അവളത് തിരസ്കരിക്കുന്നു. അടുത്ത ദിവസത്തെ സ്കൂൾ ഔട്ട്റീച്ച് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി ടൗണിന്റെ സന്നദ്ധ സേവകരായി കുട്ടികൾക്ക് പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുമ്പോൾ ജെറീക്കോ ടൗണിൽ ഒരു പുതിയ സ്റ്റാച്യുവിന്റെ അനാവരണം കൂടിയാണ്. ഇതേസമയം വെനസ്ഡേ തനിക്ക് കിട്ടിയിട്ടുള്ള പുതിയ ബുക്കിൽ നിന്ന് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നതിനായി ചികഞ്ഞ് എന്തായാലും സേവിയറുടെ പക്കൽ നിന്ന് ചില വിവരങ്ങൾ ലഭിക്കുന്നു. പുസ്തകത്തിൽ വർണ്ണിച്ചിട്ടുള്ള വ്യക്തി ജെറീക്കോയുടെ ഫൗണ്ടറായ ജോസഫ് ക്രാക്സ്റ്റോൺ ആണെന്നത് ഉൾപ്പെടെ. ഈനിഡ് കിട്ടിയ അവസരം അവളുടെ ക്രഷായ തലയിൽ പാമ്പുകളുമായി നടക്കുന്ന സ്റ്റോണേഴ്സിലെ എയ്ജാക്സിനൊപ്പം പുരാവസ്തു ശേഖരണത്തിൽ ചെലവഴിക്കുമ്പോൾ വെനസ്ഡേ ടൗണിന്റെ ചരിത്രപരമായ ഒരു തീം പാർക്കിൽ വോളണ്ടിയറായി പ്രവർത്തിക്കുന്നു. അവിടെ അവൾ ജോസഫ് ക്രാക്സ്റ്റോണിന്റെയും കുടുംബത്തിന്റെയും ശിലാലേഖനങ്ങളെ വീക്ഷിച്ച് ഒരു പെയിന്റിങ്ങിലേക്ക് എത്തുന്നു. ഒരു പഴയ തീർത്ഥാടന കേന്ദ്രത്തിലെ മീറ്റിംഗ് വരച്ചു കണ്ടിരിക്കുന്ന ആ ചിത്രത്തിൽ അവളുടെ പൂർവികയെ ഗൂഡി ആഡംസിനെ കാണാനിടയാവുന്നു. വിശ്വസ്തനായ ദ തിങ് കണ്ടെത്തുന്ന ഒരു നിഗൂഢ ഗ്രന്ഥമായ ദ ബുക്ക് ഓഫ് ഷാഡോസിലേക്ക് അവളുടെ നോട്ടം എത്തുമ്പോൾ എന്നാൽ അത് വ്യാജനാണെന്ന് വൈകാതെ പിടികിട്ടുന്നു. യഥാർത്ഥ ഗ്രന്ഥം ഒരു മാസം മുന്നേ മോഷണം പോയതാണ്. ടൈലറിനോട് ചോദിച്ച് വഴി മനസ്സിലാക്കി അവൾ കാട്ടിലൂടെ നടന്ന് ആ ചിത്രത്തിൽ കണ്ട തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് എത്തുന്നു. എന്നാൽ അവിടെയുള്ള കവാടം തുറന്ന് കയറുന്നതും വെനസ്ഡേക്ക് അവിടെ നടന്നതിനെക്കുറിച്ചുള്ള ഒരു സൈക്കിക് വിഷൻ ഉണ്ടാകുന്നു. അതിൽ ജോസഫ് ക്രാക്സ്റ്റോണും മറ്റു കൊളോണിസ്റ്റുകളും ചേർന്ന് ഒരു കൂട്ടം ഭ്രഷ്ട് കൽപ്പിച്ചവരെ ജീവനോടെ കത്തിക്കുന്ന ഭീകര കാഴ്ചയും ആ കൂട്ടത്തിൽ വെനസ്ഡേയുടെ പൂർവികയായ ഗൂഡിയെയും സാക്ഷ്യം വഹിക്കുന്നു. ഗൂഡി ഭാഗ്യത്തിന് എങ്ങനെയും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെങ്കിലും അവളുടെ കൂട്ടും സ്നേഹവും ഒക്കെ ആ തീയിലെഴിഞ്ഞ് തീരുകയായിരുന്നു. ദർശനത്തിൽ നിന്നുകൊണ്ടിരുന്ന അവൾ അവിടെ മെല്ലെ നടന്നു ചുറ്റുന്നത് വഴി ആ ഭീകരജന്തുവിനെ വീണ്ടും കാണാനിടയാവുന്നു. ഓടിപ്പോകുന്നതിൻ്റെ കാൽപ്പാടുകൾ കണ്ട് മനസ്സിലാക്കുന്നത് അതൊരു മനുഷ്യൻ്റേതാണെന്ന്, അല്ലെങ്കിൽ മനുഷ്യരാവാൻ കഴിയുന്ന ഏതോ ഒരു ജന്തു. സേവിയർ അവളവിടെ ഉണ്ടെന്നറിഞ്ഞ് തേടി വന്നിട്ട് സൈക്കിക് വിഷൻസുകളെ പൂർണ്ണമായും വിശ്വസിക്കരുതെന്നും അത് നമ്മുടെ വികാരങ്ങളെ ആശ്രയിച്ചാണ് രൂപപ്പെടുന്നത് എന്നൊക്കെ ഉപദേശം കൊടുക്കുന്നു. അങ്ങനെ ആ ഔട്ട്റീച്ച് ഡേയുടെ അന്ത്യത്തോടടുക്കുമ്പോൾ വെനസ്ഡേയും തിങ്ങും കൂടി ആരും അറിയാതെ ഒരു പണിയൊപ്പിക്കുകയാണ്. അവളുടെ വിഷനിൽ ആൾക്കാരെ ചുട്ടുവന്ന ക്രൂരനായ ജോസഫ് ക്രാക്സ്റ്റോണിന്റെ പുതിയ ശില്പത്തെ അവിടെ വെച്ച് തന്നെ തീയിടുമ്പോൾ ഇത് കണ്ട് രോഷം കൊള്ളുന്ന പ്രിൻസിപ്പൽ വീംസും. ശേഷം ആ രാത്രി വനത്തിലുള്ള മോൺസ്റ്റർ വീണ്ടും ആക്രമണം നടത്തുന്നു. ഇത്തവണ ഒരു വൃദ്ധനായ കുടിയേറ്റക്കാരനെ ആ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് വകവരുത്തുമ്പോൾ അയാളെന്തായാലും അവസാന നിമിഷത്തിൽ അക്രമിയുടെ ഫോട്ടോസ് എടുക്കാൻ ധൈര്യം കാണിച്ചതുകൊണ്ട് ഇപ്പോൾ ഷെരീഫ് ഗാൽപ്പന് ആശ്ചര്യമുളവാക്കുന്ന എവിഡൻസ് ലഭിച്ചിരിക്കുകയാണ്. വരാനിരിക്കുന്ന റൈവൻ ഡാൻസ് പാർട്ടിയുടെ ത്രില്ലാണ് നെവർമോളിലെ സകല കുട്ടികളെങ്കിലും നായികക്കുട്ടി ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ. മൂന്നാം കൈമൊത്ത് ഒരു മോർച്ചറിയിൽ കയറിപ്പറ്റി ആ ക്രിയേച്ചർ കൊന്ന ഡെഡ് ബോഡിയും മറ്റു വിവരങ്ങളും വെച്ച് നിഗമനത്തിലെത്തുന്നത് കൊല്ലപ്പെട്ട ഇരകളിൽ നിന്നല്ല, ശരീരഭാഗങ്ങളിൽ ചിലത് സർജിക്കലി റിമൂവ് ചെയ്തിട്ടുണ്ട്. കഴുത്തിലെ അള്ളിയ പാടുകൾ വെച്ച് സേവിയറിലേക്ക് സംശയം തോന്നുന്ന പാടെ അവനെ പിന്തുടർന്ന് ഒറ്റപ്പെട്ട ഒരു ഷെയ്ഡിനടുത്തെത്തി അതിലവൻ പോയി കഴിഞ്ഞ് കയറി നോക്കുമ്പോൾ കാണുന്നത് ആ ജന്തുവിൻ്റെ കുറേ ഡ്രോയിങ്സ്. സ്കൂളിലെ ബുക്ക് കീപ്പിംഗ് ക്ലബ് അംഗമായ യുജീനെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ യുജീൻ ആളൊരു ടെലിപ്പതിക്കാണ്. മൈൻഡ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തേനീച്ചകളെയും ഫയർഫ്ലൈസിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ ഇരുവരും ആ ഡ്രോയിങ് വെച്ചുള്ള അന്വേഷണത്തിൽ ആ ജന്തുവിൻ്റെ വിഹാര കേന്ദ്രമായ ഒരു ഗുഹ കണ്ടെത്തുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന അതിൻ്റെ ഒരു നഖവും സേവിയറിൻ്റെ പെയിന്റിംഗ് ഷെഡിലെ ഒരു കൈ തുടച്ച തുണിയുമായി ഷെരീഫ് ഗാൽപ്പിനടുത്തെത്തി അയാളെ കൺവിൻസ് ചെയ്ത് ഒരു DNA ടെസ്റ്റിനെ വിധേയമാക്കുന്നു. എന്നാൽ രണ്ടും തമ്മിൽ ബന്ധമില്ലെന്ന റിസൾട്ടും. അങ്ങനെ ആ രാത്രി തീരെ താല്പര്യമില്ലാതെ കറുത്ത കോസ്റ്റ്യൂമും ധരിച്ച് ഡാൻസ് ഫംഗ്ഷന് വേണ്ടി ഒരുങ്ങി കൂട്ടിന് ടൈലറേയും കൂട്ടി പോകുമ്പോൾ യുജീന് നേരം കാട്ടിൽ ആ ജന്തുവിൻ്റെ ഗുഹയിൽ ആരോ തീയിടുന്നതിന് സാക്ഷിയാവുന്നു. ടൈലറും സേവിയറും വെനസ്ഡേയും മൊത്തമുള്ള ചില ട്രയാങ്കിൾ ലവ് പ്രശ്നങ്ങളും ഇതുകൊണ്ടുള്ള ബിയാങ്കയുടെ നീരസവും മാറ്റി നിർത്തിയാൽ സകലരും റേവൻ ഡാൻസ് ഫംഗ്ഷനിൽ തകർത്താടുന്നു. എങ്കിലും അധിക നേരം അത് നിലനിൽക്കില്ല. കാരണം ജെറീക്കോയിലെ ചില താന്തോന്നികൾ മുൻപ് ജോസഫ് ക്രാക്സ്റ്റോണിന്റെ ശില്പം നശിച്ചതിന്റെ ചുരുക്കിന് പരിപാടി ഉളവാക്കുന്നു. കെട്ടിടങ്ങളിൽ തീപിടിക്കുമ്പോൾ എമർജൻസിയായി വെള്ളം തെറിപ്പിക്കുന്ന ഫയർ സ്പ്രിങ്കിൾസിലൂടെ ചുവന്ന പെയിന്റ് കലക്കിയ വെള്ളം അവിടെ മൊത്തം തെറിക്കുന്നതോടെ ഫംഗ്ഷൻ ഒരു ചോരക്കളം പോലാവുന്നു. ഇതോടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് വഴി വെനസ്ഡേക്ക് അവിടെ വെച്ച് ഒരു വിഷൻ ഉണ്ടാവുന്നു. യുജീൻ വലിയ അപകടത്തിലാണെന്ന് കണ്ട് അവൾ കാട്ടിലേക്ക് പായുമ്പോൾ ഈനിഡ് എയ്ജാക്സ് മൊത്തമുള്ള റിലേഷനിൽ നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നു.
നിർഭാഗ്യവശാൽ വെനസ്ഡേ എത്തി കണ്ടുപിടിക്കുമ്പോഴേക്കും യൂജിൻ ആക്രമണത്താൽ ഗുരുതര പരിക്കുകളോടെ ബോധം കെട്ട് കിടക്കുന്ന അവസ്ഥയിലും. അങ്ങനെ വീക്കെൻഡ് ആവുന്നതോടെ കുട്ടികളുമായി ചെലവഴിക്കാൻ പേരൻസ് എത്തുമ്പോൾ വെനസ്ഡേക്ക് തൻ്റെ അച്ഛൻ്റെ മേൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റത്തെക്കുറിച്ച് ചോദിക്കാനുള്ള പറ്റിയ സമയമാണ്. ടൈലർ കൊടുത്ത ക്രിമിനൽ റെക്കോർഡിൽ ജെറിക്കോയിലെ സമ്പന്ന കുടുംബത്തിലുള്ള ഗെററ്റ് ഗേറ്റ്സ് എന്നയാളെ 30 കൊല്ലം മുൻപ് കൊന്നതിൻ്റെ പേരിൽ ഇപ്പോഴും ക്രിമിനൽ ലിസ്റ്റിലുള്ളതായി തെറാപ്പി സെഷനിൽ വെച്ച് അവൾ മനസ്സ് തുറക്കുന്നതോടെ ഇത് അവളുടെ അമ്മ മോർട്ടീഷ്യയ്ക്ക് വളരെ വേദനയുണ്ടാക്കുന്നു. സത്യം എന്തായാലും കണ്ടുപിടിച്ചിരിക്കുന്ന വഴക്കിട്ട് പോകുന്ന വെനസ്ഡേ കുറ്റബോധത്തോടെ യൂജിനെ കാണാൻ ഹോസ്പിറ്റലിൽ എത്തുന്നെങ്കിലും അവനിൽ മാറ്റമൊന്നുമില്ല. സ്കൂളിലെ ലഞ്ച് ടൈമിൽ ഗാൽപ്പിൻ്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി പുതിയ തെളിവ് ലഭിച്ചതിൻ്റെ പേരിൽ വെനസ്ഡേയുടെ അച്ഛൻ ഗോമസിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഹസ്ബൻഡ് വഴിക്കുള്ളിലായതോടെ മോർട്ടീഷ്യ ആ രാത്രി അവളോട് സത്യം വെളിപ്പെടുത്തുന്നു. ഈ ഗെററ്റ് ഗേറ്റ്സിനെ അബദ്ധവശാൽ കൊന്നത് മോർട്ടീഷ്യ ആയിരുന്നു. ശല്യപ്പെടുത്താൻ വന്നതിൻ്റെ പേരിൽ നടന്ന പിടിവലിക്കിടയിൽ അവർ നീട്ടിയ വാളിൽ തറച്ചു കയറി തീർന്നപ്പോൾ അത് ഗോമസ് ഏറ്റെടുക്കുകയായിരുന്നു. വെനസ്ഡേക്ക് എന്നാൽ സംഭവങ്ങൾ അറിഞ്ഞിട്ടും അതിലെന്തോ ഒരു പൊരുത്തക്കേട് തോന്നി. ആ രാത്രി തന്നെ ഗെററ്റിൻ്റെ ശവക്കുഴി തോണ്ടി നോക്കുന്നത് വഴി അയാൾ മരിച്ചത് വിഷമുള്ളിൽ ചെന്നാണെന്ന് കണ്ടെത്തുന്നു. അതിനർത്ഥം അയാളുടെ മരണത്തിന് പേരൻസിനെയും പൂർണ്ണമായും കുറ്റക്കാരാക്കാനാകില്ല. കണ്ടെത്തിയ വിവരത്തിൻ്റെ ധൈര്യത്തിൽ ഇരുവരും സ്ഥലത്തെ മേയറായ നോബിൾ വാക്കറെ ചെന്ന് കണ്ട് ഗോമസിന്റെ കാര്യത്തിൽ തർക്കിക്കുന്നതിനെ തുടർന്ന് അയാൾ ഒരു കുറ്റബോധ സ്വരത്തോടെ ഉള്ളിൽ ഇത്രയും കാലം ഒളിപ്പിച്ചിരുന്ന സത്യം വെളിപ്പെടുത്തുന്നു. ഗെററ്റിനെ അന്നത്തെ റെയ്വൺ ഡാൻസ് ഫംഗ്ഷനിലേക്ക് അവൻ്റെ അതിസമ്പന്നനും മുരടനുമായ അച്ഛനായിരുന്നു അയച്ചത്. ആ നോർമ സ്കൂളിലെ കുട്ടികളെല്ലാം കൊല്ലാൻ വിഷവുമായി. എന്നാൽ ആ പോയിസൺ വയൽ പോക്കറ്റിൽ നിന്ന് പൊട്ടിമുറിഞ്ഞ് അത് ശരീരത്തിനുള്ളിൽ ചെന്ന് മരണപ്പെട്ടതാകാമെന്നും പറയുമ്പോൾ ഈ ഒരു പോയിസൺ സംഭവത്തെക്കുറിച്ച് അറിയുന്ന വാക്കർ അത് മറച്ചു വയ്ക്കാനായി മേയർ എന്ന അധികാരസ്ഥാനത്തേക്ക് എത്തിച്ചതായിരുന്നു. ആ കള്ളവും മനസ്സിൽ വെച്ച് ഇത്രയും കാലം നിന്ന വാക്കർ ഇപ്പോൾ അത് വെളിപ്പെടുത്തുമ്പോൾ മോർട്ടീഷ്യ ഈ രഹസ്യം പുറത്തറിയിക്കലെന്ന വാക്ക് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഉടനെ ഗോമസിൻ്റെ മേൽ ചുമത്തിയ കുറ്റമെല്ലാം തീർത്ത് റിലീസ് ചെയ്യിക്കാനാണ്. അങ്ങനെ ആ വീക്കെൻഡ് തീരുമ്പോൾ വെനസ്ഡേയും കുടുംബവും നല്ല ടേംസിൽ സന്തോഷത്തോടെ വിരിയുന്നു. എന്നാൽ കുഴപ്പങ്ങൾക്ക് ശാന്തമായിരിക്കാനായില്ല. വെനസ്ഡേ അവരുടെ അമ്മ കൊടുത്ത പഴയ സ്കൂൾ ഇയർ ബുക്കിലൂടെയാണ് ആ അമ്പരപ്പിക്കുന്ന കാര്യം അറിയുന്നത്. പ്രിൻസിപ്പൽ വീംസ് ഒരു ഷേപ്പ് ഷിഫ്റ്റർ ആണെന്ന്. ഇതോടെ പലതും കൂട്ടിമുട്ടിച്ച് വീംസിനടുത്തെത്തി റോബന്റെ മരണം ആരും അറിയാതെ ഒതുക്കി തീർക്കാൻ അവൻ മരിച്ചതിൻ്റെ അടുത്ത ദിവസം ആ രൂപത്തിൽ സ്കൂളിലെത്തി എല്ലാവരെയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കൺവിൻസ് ചെയ്ത ശേഷം അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് വരുത്തി എല്ലാം ഒതുക്കി തീർത്തതെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ സർപ്രൈസിംഗ്ലി അവരും അത് എതിർക്കുന്നില്ല. ഇതെല്ലാം ചെയ്തത് സ്കൂളിൻ്റെ നല്ലതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു നിൽക്കെ വെനസ്ഡേ വീണ്ടും തർക്കിക്കുന്നതിന് മുന്നേ തന്നെ അവരെ അതിശയിപ്പിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിലായി തീയിൽ എഴുതിയിട്ടുള്ള ഒരു വാചകവും. തീമഴ പെയ്യാൻ പോകുന്നു ഈ സ്കൂളിലേക്ക്, അതും ഒട്ടും വൈകാതെ. വെനസ്ഡേയുടെ ബർത്ത്ഡേ പഴയ ഒരു ക്രാക്ക് സ്റ്റോൺ കെട്ടിടത്തിൽ വെച്ച് അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൂട്ടുകാർ ഒരുക്കുന്നെങ്കിലും വലിയ ആവേശമോ ഉത്സാഹമൊന്നും അവൾക്കില്ല. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ എക്സൈറ്റഡ് ആവുന്നത് അവൾ അവിടെ ഒരു കല്ലറയിൽ എഴുതിയിട്ടുള്ള ഒരു വാചകം കണ്ടാണ്. മുമ്പ് സ്കൂളിൽ വെച്ച് തീമഴ പെയ്യാൻ പോകുന്നു എന്ന് കണ്ട സന്ദേശവുമായി മാച്ചിങ് ആയിട്ടുള്ള ഈ വാക്കുകൾ കാണുന്നതോടൊപ്പം അതിൽ തൊട്ടു തലടവേ അവൾക്കുണ്ടാവുന്ന ദർശനത്തിൽ പൂർവികയായ ഗൂഡി ആഡംസ് അവളെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പുരാതന അരമന കാട്ടുന്നു, ഗേറ്റ്സ് കുടുംബത്തിൻ്റേത്. എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ദുഷ്ടനായിരുന്ന ക്രാക്ക് സ്റ്റോണിൻ്റെ പൈതൃകം ലെഗസിക്ക് തടയിട്ട് പൂട്ടാനുള്ള ചാവി ഈ അരമനയാണെന്ന്. അങ്ങനെ വെനസ്ഡേയുടെ അറിവിൽ ഗേറ്റ്സ് കുടുംബവുമായി ബന്ധമുള്ള മേയർ വാക്കറോട് ഗേറ്റ്സ് ബംഗ്ലാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പിന്തുടരുമ്പോൾ എന്നാൽ അവളുടെ കൺമുൻപിൽ വെച്ച് അയാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുന്നു. കാറിടിച്ച് നിർത്താതെ പോകുന്നതിന് പിറകെ അയാളെ ക്രിട്ടിക്കലായി ആശുപത്രിയിലേക്ക് എടുക്കുമ്പോൾ ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്കണ്ഠയിലെ പ്രിൻസിപ്പൽ സ്കൂളിനെ കുറച്ച് നാളത്തേക്ക് ഒരു ലോക്ക്ഡൗൺ നിശ്ചയിക്കുന്നു. ഈ സമയം വെറുതെ കളയാതെ തുടങ്ങി വെച്ച് നോവൽ കണ്ടിന്യൂ ചെയ്യാൻ മിസ് തോൺഹിൽ അവളെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിലും മനസ്സിൽ ഒരുപാട് സംശയങ്ങളുള്ള അവൾ ഈനിഡിനെയും ടൈലറേയും കൂട്ടി അവളുടെ മുന്നിൽ വെറുതെ എന്നോണം ആ മാൻഷനിലേക്ക് കയറിപ്പറ്റുന്നു. ആ മന്ദിരത്തിൽ അവരെ കാത്തിരിക്കുന്നതോ നിർണായകമായ കുറേ തെളിവുകളും. മേറെ ഇടിച്ചിട്ട കാറും ആ ജന്തു കൊന്ന മനുഷ്യരുടെ ശരീരത്തിലെ മിസ്സിംഗ് ആയിട്ടുള്ള അവയവങ്ങളും കണ്ടന്തിക്കുന്ന മൂവരും ഒരു രഹസ്യ ആൾത്താരെയും ഗേറ്റ്സ് കുടുംബത്തിലെ മരണപ്പെട്ട ലോറൽ ഗേറ്റ്സ് എന്ന സ്ത്രീയുടെ ഒരു ആഭരണപ്പെട്ടിയും കാണാനിടയാവുന്നു. എന്നാൽ അവർ മൂവരും സ്പ്ലിറ്റായി നടന്ന തെരച്ചിൽ നടത്തി ഇനിയും പല വിഷയങ്ങളിലേക്ക് പോകും മുന്നേ ടൈലർ ദൂരെ നിന്ന് ആ ഭീകരജീവിയുടെ ഉണ്ടെന്ന് പറയുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ആക്രമണം നടത്തുന്നതോടെ പേടിച്ചോടുന്നു. ഒടുവിൽ ഈനിഡും വെനസ്ഡേയും ടൈലറെ കണ്ടെത്തുമ്പോൾ അവൻ്റെ കഴുത്തിൽ അള്ളിയ പാടും. അധികം വൈകാതെ എവിടെ നിന്നോ സേവിയറും ഇവർക്കടുത്തേക്ക് എത്തി രക്ഷാമാർഗം നൽകി പിന്നീട് പോലീസിനെ അറിയിച്ച് ഷെരീഫും സംഘവും എത്തുമ്പോൾ ആ അരമനയിൽ യാതൊന്നുമില്ലാതെ ക്ലിയറായി കിടക്കുന്നു. ഇതോടെ ഗാൽപ്പിന് വെനസ്ഡേയുടെ കഥകളിൽ ചില ഡൗട്ടുകൾ വരുമ്പോൾ സ്കൂളിൽ അവൾക്ക് വീംസിൻ്റെ അവസാന താക്കീതാണ്. സ്കൂളിൽ നിന്ന് ഇനിയും നെഴുതിറങ്ങിപ്പോയാൽ പുറത്താക്കും. തന്നെ മാനിപ്പുലേറ്റ് ചെയ്ത അപകടത്തിൽ കൊണ്ട് ചാടിച്ചതിന് ഈനിഡ് അവളുമായി റൂം ഷെയറിംഗ് നിർത്തി പോകുന്നത് ഒരു ചെറിയ പരിഭവമാണെങ്കിലും അവളുടെ നോട്ടം ലോറൽ ഗേറ്റ്സിൻ്റെ ആ ജ്വല്ലറി ബോക്സിലാണ്. അരമനയിൽ നിന്ന് കൈക്കലാക്കിയ ആ ബോക്സിൽ ഒരു രഹസ്യ അറ കണ്ടെത്തുന്നതും അതിലുള്ള ചില ഫോട്ടോസ് അവളുടേതും. വെനസ്ഡേയുടെ അന്വേഷണം ഗേറ്റ്സ് കുടുംബത്തിൽ ആരോ മറഞ്ഞു നിന്ന് പിന്തുടരുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കുമ്പോൾ ആ രാത്രി ഒടുങ്ങുന്നത് ഒരു കൊലയിലും. സീരിയസായി ആശുപത്രിയിൽ കിടക്കുന്ന മേയർ വോക്കറെ ഒരു മിസ്റ്ററി മാൻ വന്ന് മരണത്തിലേക്ക് തള്ളിവിടുന്നു. മേയറുടെ മരണം ജെറിക്കോ ടൗണിനെ ഒട്ടാകെ പിടിച്ചു കുലുക്കുന്ന ഒന്നാണ്. എങ്കിലും വെനസ്ഡേക്ക് ഉറപ്പുണ്ട് അവൾ സത്യം കണ്ടെത്തുന്നതിന് തൊട്ടടുത്തുവരെ എത്തിയിട്ടുണ്ട്.
അവളുടെ കിറുക്കനായ അമ്മാവൻ അങ്കിൾ ഫെസ്റ്റർ രഹസ്യമായി കുറച്ച് ദിവസത്തേക്ക് നെവർമോറിലേക്ക് എത്തുമ്പോൾ അയാൾ ആ ഭീകരജീവിയെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഹൈഡ് എന്നൊരിനം വേറിട്ട മോൺസ്റ്ററാണത്. നൈറ്റ് ഷെയ്ഡ് സൊസൈറ്റിയുടെ ലൈബ്രറിയിൽ നിന്ന് നെവർമോർ സ്കൂൾ ഫൗണ്ടറായ നഥാനിയൽ ഫോഗ്നറുടെ ഒരു ഡയറി അങ്കിൾ ഫെസ്റ്ററുടെ നിർദ്ദേശപ്രകാരം കണ്ടെത്തുന്നതോടെ ഹൈഡിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. പരിവർത്തനം മൂലം രൂപപ്പെടുന്ന ഒരുതരം ക്രിയേച്ചറുകളാണ് ഹൈഡ്സ്. യജമാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഹീനമായ പ്രവൃത്തികൾക്ക് നിയോഗിക്കപ്പെട്ട അടിമകൾ. വെനസ്ഡേയുടെ മനസ്സൊന്ന് തണുക്കാൻ ടൈലർ രാത്രി ആ ക്രാക്ക് സ്റ്റോൺ കെട്ടിടത്തിൽ വെച്ച് അവളെ പ്രപ്പോസ് ചെയ്തും ഒരുമിച്ചിരുന്ന് ഹാങ് ഔട്ട് ചെയ്ത് ഒരു കിസ്സിന് അടുത്തുവരെ എത്തി നിൽക്കുന്നതും ഷെരീഫും സംഘവും അവിടേക്ക് ഇടിച്ചു കയറിയെത്തുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കാടണച്ചുള്ള തെരച്ചിലാണ്. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നത് അവൾ തിരികെ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ മൊത്തം ആരോ കയറി അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ആ ഡയറി മിസ്സിംഗ് ആണ്. കൈപ്പത്തിയാകട്ടെ കത്തിക്കുത്തേറ്റ നിലയിലും. അങ്കിൾ ഫെസ്റ്ററിന്റെ കഴിവുകൊണ്ട് തിങ്ങിനെ പുനർജീവിപ്പിക്കുന്നെങ്കിലും ഇതോടെ വെനസ്ഡേയുടെ സത്യാന്വേഷണത്തിന്റെ ത്വര കൂടുന്നതേയുള്ളൂ. പിന്നീട് വീംസ് ഡയറിയെക്കുറിച്ചും ഇങ്ങനൊരു ഭീകര ജന്തുവിനെ കുറിച്ചും അറിയാമായിരുന്നതായി സമ്മതിക്കുന്നു. ആസ് യൂഷ്വൽ സ്കൂളിൻ്റെ നല്ലതിനു വേണ്ടി മറച്ചുവെച്ചതാണവർ. പുതിയ ക്ലൂ വരുന്നത് ക്ലാസ്മേറ്റ്സ് വഴി മേയർ വോക്കർ കാർ അപകടത്തിൽപ്പെട്ടത് ലോറൽ ഗേറ്റ്സിനെ കാണാൻ പോയതായിരുന്നു എന്നറിയുമ്പോൾ. അയാളുടെ റിസർച്ച് അനുസരിച്ച് ലോറൽ അവളുടെ മരണം ഫേക്ക് ചെയ്ത ശേഷം ജെറിക്കോയിൽ ആൾമാറാട്ടം നടത്തിയെത്തി നെവർമോറിന്റെ അധപ്പതനത്തിന് ശ്രമിക്കുകയാണെന്നാണ് അയാളുടെ ഒരു കോൺസ്പിറസി. ഈ ലോറൽ എന്നുള്ളത് തൻ്റെ തെറാപ്പിസ്റ്റാണോ എന്ന സംശയത്തിൽ വെനസ്ഡേ ഡോക്ടർ കിംബോർഡിനടുത്തെത്തി ആ ജ്വല്ലറി ബോക്സ് കാട്ടി ചോദ്യം ചെയ്യുന്നെങ്കിലും അത് അവരല്ല എന്ന് തീർത്തു പറയുന്നു. മാത്രമല്ല ആ ബോക്സ് കണ്ട് ഡോക്ടറിൽ എന്തൊരു അഭ്യൂഹമുണ്ടായി തുടർന്ന് വെനസ്ഡേ പോകുന്നതിന് പിറകെ അവിടെ പ്രത്യക്ഷപ്പെടുന്ന ഹൈഡ് അവരെ കൊല്ലുന്നു. വെനസ്ഡേ പിന്നെത്തുന്നത് സേവിയറിനടുത്താണ്. പെയിന്റിംഗ് ഷെഡിൽ വെച്ച് ഹൈഡ് എന്ന ജന്തു അവനല്ലേ എന്നും ചോദിച്ച് അവിടെ പ്രശ്നമായി അവൻ കത്തിയെടുത്ത് കുത്താൻ ഒരുങ്ങുന്നതും തക്ക സമയത്ത് പോലീസ് എത്തി അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. വെനസ്ഡേക്ക് ഇതോടെ കുറച്ച് ആശ്വാസം ലഭിക്കുമ്പോൾ ഈനീഡ് തിരികെ പിണക്കം മാറിയെത്തുന്നത് മറ്റൊരു സുഖം. അങ്ങനെ കോഫി ഷോപ്പിൽ പോയി ടൈലറെ കണ്ട് സംസാരിച്ച് അവനുമായി അറ്റാച്ച്ഡായി കിസ് ചെയ്യുന്നതും ചുണ്ടുകൾ തട്ടുന്നപാടെ അവൾക്ക് പെട്ടെന്നൊരു സൈക്കിക് വിഷൻ. ഡോക്ടർ കിംബോർട്ടിനെ ഹൈഡ് കൊല്ലുന്നതും ആ ഹൈഡ് ടൈലറാണെന്ന് ഇവിടെ റിവീലാവുന്നതും ഉണരുന്ന അവൾ ഒന്നും മിണ്ടാതെ വെപ്രാളത്തിൽ ഇറങ്ങിപ്പോയി ആരെ വിശ്വസിക്കും എന്ന കുഴങ്ങലിൽ നിൽക്കുന്നു. നൈറ്റ് ഷെയ്ഡ് മെമ്പേഴ്സിന്റെ സഹായത്തോടെ ടൈലറെ പിടികൂടി ഉദ്ദേശം അറിയാനും ഹൈഡായത് എങ്ങനെ എന്നൊക്കെ ചോദ്യം ചെയ്ത് നേരിടവേ ഈ കിഡ്നാപ്പിംഗ് പ്രിൻസിപ്പളിന്റെ ചെവിയിലെത്തുന്നത് വെനസ്ഡേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയൊരുക്കുന്നു. ഒടുവിൽ അവൾ കണ്ട വിഷൻ സത്യമാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ടൈലർ ചെയ്ത കൊലയെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ടും ഇനിയും കൊലകൾ വരാനിരിക്കുകയാണെന്നും ഭീഷണിപ്പെടുത്തുന്നു. അവസാനത്താക്കിയതും ലംഘിച്ചതോടെ പ്രിൻസിപ്പൽ വീംസ് വെനസ്ഡേ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവൾ പോകുന്നതിന് മുന്നോടിയായി ബോധം വീണ യൂജിനെ കണ്ട് യാത്ര പറയാനെത്തുന്നു. അവൻ അന്ന് രാത്രി നടന്നത് കൃത്യമായി ഓർമ്മയില്ലെങ്കിലും നമ്മൾ സംശയിക്കുന്ന അയാൾ ഒരു ചുവന്ന ബൂട്ടാണ് ധരിച്ചിരുന്നത് എന്ന് പറയുന്നതും വെനസ്ഡേക്ക് അടുത്ത നിമിഷം തന്നെ അവളത് മിസ് തോൺഹില്ലാണെന്ന് തിരിച്ചറിഞ്ഞ് അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ലോറൽ എന്നത് തോൺഹിൽ തന്നെ ആണെന്നും ടൈലറെ ഹൈഡെ യൂസ് ചെയ്യുന്നതും അവർ പെട്ടെന്ന് തന്നെ സമ്മതിക്കുന്നു. എന്നാൽ അവരുടെ തൊട്ടടുത്ത നീക്കമോ പ്രിൻസിപ്പൽ വീംസിനെ വിഷം കുത്തിവെച്ചും വെനസ്ഡേ അടിച്ചു വീഴ്ത്തി ആ ക്രാക്ക് സ്റ്റോൺ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. കൈപ്പത്തി ദ തിങ് ഈ കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് ഈനിഡിനെ അറിയിക്കുന്നതോടെ കുട്ടികളെല്ലാം പറഞ്ഞ് അവരെല്ലാം അവിടുന്ന് നെട്ടോട്ടം ഓടുമ്പോൾ ഈനിഡ് പക്ഷേ അവളെ രക്ഷിക്കാനായി ആ കെട്ടിടത്തിനടുക്കിലേക്ക് ഓടുന്നു. ആ തകർന്ന ബിൽഡിങ്ങിൽ ലോറൽ ഇന്നേരം ഒരു റിച്വലിനായി ഒരുക്കങ്ങൾ നടത്തി അവളുടെ മാസ്റ്റർ പ്ലാനെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. ജെറിക്കോയുടെ ഫൗണ്ടറും നീചനുമായ ജോസഫ് ക്രാക്സ്റ്റോണെ തിരിച്ചു കൊണ്ടുവരിക, അതും ആ തീം പാർക്കിൽ നിന്ന് മോഷ്ടിച്ച ബുക്ക് ഓഫ് ഷാഡോസ് വെച്ചിട്ട്. എല്ലാം നടത്തി റിച്വലിന്റെ അവസാന ഭാഗമെന്നോണം വെനസ്ഡേയുടെ രക്തം ക്രാക്സ്റ്റോണിന്റെ ശവമഞ്ചത്തിൽ പറ്റിക്കുന്നതോടെ ആ ആത്മാവ് ജീർണിക്കാത്ത ശരീരവുമായി ഉയർത്തെഴുന്നേൽക്കുന്നു. ആ കല്ലറ ഒരിക്കൽ സീൽ ചെയ്ത ഗൂഡി ആഡംസിന്റെ പരമ്പരയിലുള്ള വെനസ്ഡേയുടെ രക്തം വഴി അൺലോക്കായി പുറത്തു വരുന്ന ക്രാക്സ്റ്റോൺ അവളെ കത്തിവെച്ച് കുത്തി മരിക്കാനിട്ടിട്ട് പോകുന്നെങ്കിലും അത്ഭുതകരമായി ഗൂഡിയുടെ ആത്മാവ് അവളെ രക്ഷിക്കുന്നു. അതും തുടക്കത്തിൽ അമ്മ കൊടുത്ത ആ ലക്കി നെക്ലസ് വഴി. അവിടുന്ന് അവൾ സ്കൂളിലേക്ക് ഓടുന്നെങ്കിലും ടൈലറെ കണ്ടുമുട്ടുന്ന വഴി അവനിലെ ഹൈഡിനെ അവൾക്ക് നേരിടേണ്ടി വരുന്നു. ചുഴറ്റിയെറിയാൻ അവളെ പിടിച്ചു പൊക്കുന്നതും തക്ക സമയത്ത് വേർവോൾഫ് വന്ന് ഹൈഡിനെ ആക്രമിക്കുന്ന ഒരു മൊമെന്റ്. വെനസ്ഡേയുടെ ആത്മാർത്ഥ സുഹൃത്ത് ഈനിഡിനൊടുവിൽ പൂർണ്ണമായും വേർവോൾഫ് ആകാനുള്ള ശേഷി ലഭിച്ചതോടെ അവിടെ ഇരു ജീവികളും പൊരിഞ്ഞ പോരാട്ടം നടക്കവേ ക്രാക്ക് സ്റ്റോണിന്റെ സ്പിരിറ്റ് ലോറലിനൊപ്പം നെവർമോറിലേക്ക് എത്തുന്നു. മൊത്തം തീയിട്ട് നശിപ്പിക്കാൻ തുടങ്ങുന്നതും നൈറ്റ് ഷെയ്ഡ് പ്രൊഫസി പൂർത്തീകരിക്കാൻ വെനസ്ഡേ പ്രബലമായൊരു വാൾ ഉപയോഗിച്ച് ക്രാക്സ്റ്റോണെ നേടുകയാണ്. പോരാട്ടത്തിൽ ആ ദുരാത്മാവിന് മേൽക്കോയ്മ ലഭിച്ചു നിൽക്കെ ബിയാങ്ക ഡിസ്ട്രാക്ട് ചെയ്യുന്നതോടെ ആ സ്പിരിറ്റിന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കുന്ന വഴി ആ ആത്മാവിനെ നെവർമോറിന്റെ നല്ലതിനു വേണ്ടി നശിപ്പിക്കുന്നു. ലോറലെത്തി വെടിവെക്കാനായി തോക്ക് ചൂണ്ടി നിൽക്കുന്നെങ്കിലും യൂജീൻ അവിടെ അവളുടെ രക്ഷകനായി എത്തുന്നത് എങ്ങനെയെന്നാൽ അവൻ്റെ ടെലിപ്പതി കൺട്രോൾ വഴി ഒരു കൂട്ടം തേനീച്ചകളെ ലോറലിനടുത്തേക്ക് വിട്ട് അവളെ കുത്തി ഒരു പരുവമാക്കുന്നതിലൂടെ. സ്കൂളിന് തകരാർ സംഭവിച്ചതും സെമസ്റ്ററിൻ്റെ ഇനിയുള്ള ക്ലാസുകൾ ക്യാൻസൽ ചെയ്യുന്നതോടെ കുട്ടികൾ പരസ്പരം യാത്ര പറഞ്ഞു പിരിയുന്നു. പ്രിൻസിപ്പൽ ഭീമിൻ്റെ ജീവിതത്യാഗത്തിൻ്റെ പ്രതിഫലനത്തിൽ വെനസ്ഡേ സേവിയറോട് തെറ്റിദ്ധാരണയുടെ പേരിൽ ചെയ്തു കൂട്ടിയതിന് ക്ഷമ ചോദിച്ച് ഒരു നല്ല ടേംസിലെത്തി പിരിയുന്നു. അങ്ങനെ അവളുടെ കാര്യങ്ങൾ ഇവിടം കൊണ്ട് തീർന്നൊന്ന് ശാന്തമാകുന്നതിലും ജെറിക്കോയിൽ അവൾക്ക് ഇനിയും സെറ്റിലാകാത്ത ചില മിസ്റ്ററീസിന് ആരംഭമാകുന്നു.
ഒരു അൺനോൺ നമ്പറിൽ നിന്ന് അവളുടെ ഫോണിലേക്ക് കുറച്ചു മുന്നേ സേവിയർ മൊത്തം നിൽക്കുന്ന ഫോട്ടോയും ഞാൻ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള മെസ്സേജ് കണ്ട് ഒന്നും തീർന്നിട്ടില്ലെന്നിരിക്കുമ്പോൾ ടൈലറെ ചങ്ങല വെച്ച് കെട്ടിക്കൊണ്ടു പോകുന്ന പോലീസ് വണ്ടിയിൽ അവൻ വീണ്ടും അതിശക്തനായ ഹൈഡായി ട്രാൻസ്ഫോം ആകുന്നു. ഒരു വശത്ത് ലോറലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ടൈലറിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ആര്? ഉത്തരങ്ങളും പുതിയ മിസ്റ്ററീസുമായി വെഡ്നെസ്ഡേ സീസൺ 2 ഈസ് കമ്മിങ്.